തേനീച്ച കുത്തിയാൽ മരിച്ചു പോകുമോ? കടന്നലുകൾ എത്ര എണ്ണ കുത്തിയാലാണ് അപകടകരമാകുക? കടന്നലുകളുടെയോ പെരുന്തേനീച്ചകളുടെയോ കൂട്ടമോ നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കുത്തു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും നമ്മളെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല, എപ്പോഴും വേണമെങ്കിലും നമുക്കും കുത്തു കിട്ടാം. കഴിഞ്ഞ മാസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനും കരുതിയിരിക്കില്ല, ഒരു കലക്ടറും കരുതിയിരിക്കില്ല എനിക്കിന്ന് തേനീച്ചയുടെ കുത്തു കിട്ടുമെന്ന്, ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന്. പക്ഷെ നമ്മൾ കണ്ടതാണ്, ബോംബ് ഭീഷണിയെ തുടർന്ന് സെക്രട്ടേറിയറ്റിലുള്ള പരിശോധനയ്ക്കിടയിൽ അവിടെ പുറത്തുണ്ടായിരുന്ന തേനീച്ചക്കൂട്ടം ഇളകി മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ചറപറ കുത്തുകയായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രം. അതുപോലെയാണ് കഴിഞ്ഞ ആഴ്ച പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഊട്ടി വരെ ഗൂഡല്ലൂർ വഴി ഒരു വിനോദയാത്രയ്ക്ക് പോയ വടകരക്കാരായിട്ടുള്ള 3 പേരുടെ ഒരു സംഘത്തിലെ ഒരാളെ നീഡിൽ പോയിന്റിന് അടുത്ത് വെച്ചിട്ട് തേനീച്ചകൾ ആക്രമിച്ച് അദ്ദേഹം മരിച്ചുപോയി. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അത്. ഞെട്ടിച്ചൊരു വാർത്ത കൂടിയായിരുന്നു. വെറും 25 വയസ്സായിട്ടുള്ള ആ യുവാവിൻ്റെ ശരീരത്തിൽ നിറയെ 100 കണക്കിന് തേനീച്ചകളായിരുന്നു കുത്തിയിരുന്നത്. ആ കാഴ്ച വളരെ വളരെ ഹൃദയഭേദകവുമായിരുന്നു. അപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ കടന്നൽക്കൂട്ടം ആക്രമിച്ച് യുവാവ് മരിച്ചു എന്നാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കടന്നലുകളെന്നും ആക്രമിക്കുന്ന കടന്നൽക്കൂട്ടങ്ങൾ ഏതാണെന്നും അതുപോലെ തന്നെ തേനീച്ചകളിൽ ഏറ്റവും അക്രമകാരികളായിട്ടുള്ള തേനീച്ചക്കൂട്ടങ്ങൾ ഏതാണെന്നും ഇത്തരത്തിലുള്ള പ്രാണികളുടെ വെനം എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവയുടെ വിഷമുള്ളുകളുടെ സ്വഭാവം എങ്ങനെയാണ്, അത് എത്രമാത്രം അപകടകരമാകാം, അത് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. തേനീച്ചകൾ, പലതരത്തിലുള്ള കടന്നലുകൾ, ചിലയിനം ഉറുമ്പുകൾ, ചിലന്തികൾ, തേളുകൾ, പഴുതാരകൾ, ഇവയിൽ നിന്നും ഒക്കെയുള്ള ചില കുത്തോ കടിയോ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് വളരെ മാരകമായി മാറാറുണ്ട്. അങ്ങനെ ആശുപത്രിയിലെത്തിയ ചിലരൊക്കെ മരിച്ചു പോയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ കരുതില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമായിരിക്കും എന്ന്. നമ്മുടെ കേരളത്തിൽ നഗരങ്ങളിലടക്കം ഉള്ള പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രാണിയുടെയോ ചിലന്തിയുടെയോ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തേളുകളുടെയോ ഒക്കെ കുത്തുകൊള്ളാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള കുത്തേൽക്കാനുള്ള സാഹചര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ജീവികളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളത് ഒട്ടും ശാസ്ത്രീയമല്ല. തേനീച്ചകളും കടന്നലുകളും മാത്രമല്ല, ചിലപ്പോൾ ചില ശലഭ ലാർവകളിൽ, നിശാശലഭങ്ങളുടെ ലാർവകളായിട്ടുള്ള കമ്പിളിപ്പുഴുക്കൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്തരത്തിലുള്ള പുഴുക്കളുടെ രോമങ്ങളിൽ ഒക്കെ ചിലർക്ക് വലിയ അലർജി ഉണ്ടാക്കും. അതിനെ കൊണ്ട് ചൊറിച്ചലും തിണർപ്പും നീർക്കെട്ടും വീർക്കലും ഒക്കെ ചിലപ്പോഴുണ്ടാകും. അത്യപൂർവമായിട്ട് ചിലരുടെ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനോടുള്ള പ്രതികരണം അതിരൂക്ഷവുമാകാം. ഇത്തരത്തിലുള്ള അലർജിക് റിയാക്ഷനുകൾ അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാം. ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. പലപ്പോഴും ഇത്തരത്തിലുള്ള തേനീച്ചകളും കടന്നലുകളും ഒക്കെ കൂട്ടമായിട്ട് ആക്രമിച്ചാൽ മാത്രമാണ് അതൊരു വാർത്തകളിൽ വരാറുള്ളത്. അല്ലാതെ ഒറ്റക്കൊറ്റക്കൊക്കെ പലപ്പോഴും കിട്ടുന്ന കുത്തുകളൊന്നും നമ്മൾ അറിയുക പോലും ചെയ്യാറില്ല. ഒരുവിധം എല്ലാവർക്കും പ്രാണികൾ മൂലമുള്ള അലർജിക് റിയാക്ഷനുകൾ ഉണ്ടാവാറുണ്ട്, ചെറിയ തോതിലെങ്കിലും. ചിലർക്കത് വളരെ രൂക്ഷമായിരിക്കുമെന്ന് മാത്രം. എങ്കിലും പ്രാണികളുടെ ഇടയിൽ കൂട്ടാക്രമണം നടത്തുന്നത് ഈ 2 ഇനങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ. പ്രധാനമായിട്ട് യൂസോഷ്യൽ ഇൻസെക്റ്റുകളായിട്ടുള്ള തേനീച്ചകളും അതുപോലെ തന്നെ ഹോണറ്റ് കടന്നലുകളും. ഈ യൂസോഷ്യൽ ഇൻസെക്റ്റുകൾ അവരുടെ കൂടുകൾക്ക് എന്തെങ്കിലും അപകടം വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂട്ടമായിട്ട് 100 കണക്കിന് എണ്ണമാണ് ഒന്നിച്ചിട്ട് ആക്രമിക്കുക. കൂടിയ എണ്ണം കുത്തിയാൽ ഉള്ളിലെത്തുന്ന വിഷത്തിൻ്റെ അളവും കൂടും എന്നതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കൂട്ട ആക്രമണമാണ് പലപ്പോഴും ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുക. ഇത്തരം ഘട്ടങ്ങളിൽ കൂടുതൽ അപകടകരമാകുക ഹോണറ്റ് കടന്നലുകൾ എന്ന് വിളിക്കുന്ന കൂട്ടക്കുത്തു കുത്തുന്ന ശരിക്കും ഇളകി കടന്നൽ കൂട്ടമാകുന്ന ഇനം കടന്നലുകളുടെ ആക്രമണമാണ്. വ്യക്തികളിലെ ഇമ്മ്യൂണോ പ്രതികരണങ്ങൾ വ്യത്യസ്തമാവുന്നതിനാൽ തന്നെ ആരിലാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുക എന്ന് മുൻകൂട്ടി പറയാനും പറ്റില്ല. അപ്പോഴും മുൻ അനുഭവങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള തേനീച്ചകളുടെ കുത്തിനോടും ഒക്കെ വലിയ അലർജിക് റിയാക്ഷനുകൾ മുന്നേ ഉണ്ടായിട്ടുള്ളവർ എപ്പോഴും പ്രാണികളുമായിട്ട് ഇങ്ങനെ സമ്പർക്കത്തിൽ വരുമ്പോൾ കൂടിയ ശ്രദ്ധ എപ്പോഴും കൊടുക്കണം. കൃത്യസമയത്ത് ചികിത്സ നൽകാനായില്ലെങ്കിൽ ചിലപ്പോൾ അതിന് നൽകേണ്ടി വരുന്ന വില നമ്മുടെ ജീവൻ തന്നെയാവുകയും ചെയ്യാം. അപ്പോഴെന്തുകൊണ്ടായിരിക്കും തേനീച്ചകളെയും കടന്നലുകളെയും എന്ന് ആളുകൾ തെറ്റായിട്ട് വിളിക്കുന്നത് എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നമുക്കെപ്പോഴും പരിചിതരായിട്ടുള്ള തേനീച്ച എന്ന് പറയുന്നത് വളർത്തു തേനീച്ചകളാണ്. ഞൊടിയൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ വളർത്തു തേനീച്ചകൾ. അവ ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവം അധികമില്ലാത്തവയാണ്. എന്നാൽ കാട്ടുതേനീച്ചകൾ എന്ന് പറയുന്ന വൈൽഡ് വെറൈറ്റിയിൽപ്പെട്ടിരിക്കുന്ന തേനീച്ചകൾ, അതിൽ എപ്പിസ് ഡോർസെറ്റ എന്ന് വിളിക്കുന്ന പെരുന്തേനീച്ചകളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. അതല്ലാതെയുള്ള തേനീച്ചക്കൂട്ടങ്ങളുണ്ട്. അങ്ങനെ തേനീച്ചകൾ ഇങ്ങനെ ആക്രമിച്ച പരിചയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രാണികൾ കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോഴൊക്കെയും നമ്മളതിനെ കടന്നൽ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് കടന്നലുകൾ എന്ന് നോക്കാം. വെസ്പിഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള കടന്നലുകളുണ്ട്.
വാസ്പുകൾ എന്നാണ് നമ്മൾ ഇതിന് ഇംഗ്ലീഷിലുള്ള പേര്. പക്ഷേ മലയാളത്തിൽ വാസ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വലിയ കടന്നലുകളെ മാത്രമേ ഉദ്ദേശിക്കാറുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാസ്പുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മൾക്ക് വളരെ നിസ്സാരരായിട്ട് നമ്മൾ കണക്കാക്കുന്ന കുഞ്ഞ് പ്രാണികളായിട്ടുള്ള വേട്ടാളൻ തൊട്ടിട്ട് ഏഷ്യൻ ജയന്റ് ഹോണറ്റ് എന്ന് വിളിക്കുന്ന ആനക്കുളവി എന്നൊക്കെ വിളിക്കുന്ന വലിയ കടന്നലുകളും അടക്കം വരും. അപ്പോൾ കടന്നൽ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ജയന്റ് ഹോണറ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ട വെസ്പ മണ്ടരീനിയ, അതുപോലെ ഗ്രേറ്റർ ബാൻഡഡ് ഹോണറ്റ് എന്ന് വിളിക്കുന്ന വെസ്പ ട്രോപ്പിക്ക എന്നീ 2 ഇനങ്ങളാണ് പൊതുവെ ഏറ്റവും പേടിക്കേണ്ട ഇനം ഹോണറ്റുകൾ. ഇവരും തേനീച്ചകളെ പോലെ തന്നെ കൂടുണ്ടാക്കി സാമൂഹ്യ ജീവിതം, യൂസോഷ്യൽ ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. തല കടും ബ്രൗൺ നിറമോ ഇളം ചുവപ്പ് നിറമോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും ശരീരത്തിൽ മഞ്ഞ വരകളുണ്ടാവും ഇവർക്കൊക്കെ. പ്രാദേശികമായിട്ട് ഇവയുടെ തന്നെ രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാവും. സാധാരണയായിട്ട് ഈ ഹോണറ്റ് കടന്നലുകളുടെ കൂടുകൾ തറനിരപ്പിൽ നിന്നൊരു 3 മീറ്ററും ഒക്കെ ഉയരത്തിലാണ് ഉണ്ടാകുക. മരക്കൊമ്പുകളിൽ ഞാഴ്ന്ന് കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ പൊത്തുകളുടെ ഉള്ളിലുണ്ടാവും, ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലും ഇത്തരത്തിലുള്ള കടന്നലുകളുടെ കൂടുകൾ ഉണ്ടാവും. ഒരു വലിയ കുടത്തിൻ്റെ വലിപ്പത്തിലൊക്കെ ഇലകൾക്കിടയിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന വിധത്തിലും ചിലപ്പോൾ ഈ കൂടുകൾ കാണാം. ദ്രവിച്ച മരത്തടികൾ ചവച്ചുണ്ടാക്കിയിരിക്കുന്ന പൾപ്പും ഉമിനീരും ഒക്കെ ചേർത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള കൂടുകളായിരിക്കും ഉണ്ടാകുക. ആദ്യം വളരെ ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിൽ രാജ്ഞി മുട്ടയിട്ട് പതുക്കെ വളർന്ന് പുതിയൊരു വലിയ കോളനിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പുറത്തേക്ക് വാതിലുകളൊന്നും ഇല്ലാതെ അടഞ്ഞിരിക്കുന്ന ഒരു വലിയ കുടം പോലെയാണ് തോന്നുമെങ്കിലും അതിലേക്ക് അവർക്ക് കയറാനും ഇറങ്ങാനുള്ള ദ്വാരങ്ങളൊക്കെ ഉണ്ടാകും. കൂടാതെ ഇതിൻ്റെ ഉള്ളിലുള്ള താപനിയന്ത്രണ സംവിധാനങ്ങൾ അതിസങ്കീർണവും അത്ഭുതകരവുമാണ്. മറ്റ് പലതരത്തിലുള്ള പ്രാണികളെയും തേനീച്ചകളെയും ചിലപ്പോൾ വേറെ വാസ്പുകളെയും ഒക്കെ കൊന്നു തിന്നുകയും അവയുടെ ലാർവുകളെയൊക്കെ പിടിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടാണ് ഇവരുടെ കോളനി വളർത്തുന്നത്. ഇതുകൂടാതെ തേനും മധുരക്കള്ളും മരക്കറയും അഴുകിയ പഴങ്ങളും ഒക്കെ ഇവർ ചിലപ്പോൾ ഭക്ഷണമാക്കാറുണ്ട്. ഏറ്റവും പ്രധാനം ഇവർ തേനീച്ച കൂടുകളിൽ നടക്കുന്ന വമ്പൻ റെയ്ഡുകളാണ്. തേനീച്ചകളെ കൊന്നു നിന്നു എന്ന് മാത്രമല്ല, കൂടാതെ തേനീച്ച കൂടുകളിലെ ലാർവകളെയൊക്കെ ശേഖരിച്ച് തിരിച്ച് ഇവരുടെ കൂട്ടിൽ കൊണ്ടുവന്ന് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും തേനീച്ച കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള ഹോണറ്റ് കടന്നലുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇവരെ കൊണ്ട് വളരെയധികം സഹായങ്ങളുമുണ്ട്. ഇവരാരെയാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തുമ്പികളെയൊക്കെ ഇത്തരത്തിലുള്ള ഹോണറ്റ് കടന്നലുകൾ ആകാശത്ത് വെച്ച് തന്നെ പിടികൂടി ചാപ്പിടുകയും ചെയ്യും. അപ്പോൾ ഈ കോളനികളുടെ വേലക്കാരികളായിട്ടുള്ള ഹോണറ്റുകളാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്, തേനീച്ചകളെ പോലെ തന്നെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോളനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ രൂക്ഷമായിട്ട് തിരിച്ചാക്രമിക്കുകയും ചെയ്യും. എന്തായാലും പലതരത്തിലുള്ള കീടങ്ങളുടെയും പ്രാണികളുടെയും വാസ്പുകളുടെയും ഒക്കെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇത്രയൊക്കെ ഭീകരന്മാരാണെങ്കിൽ ഇവരെ ആക്രമിക്കാനും പലതരത്തിലുള്ള ഇരപിടിയന്മാരുണ്ട്. പ്രധാനമായിട്ടും ചിലതരം പരുന്തുകളാണ്. അവ ഇത്തരം കൂടുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൂടുകൾ പോലെ തന്നെ ചിലപ്പോൾ കടന്നൽ കൂടുകളെയും ആക്രമിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇളക്കം തട്ടിയ കടന്നൽ കൂടിനടുത്ത് അബദ്ധത്തിൽ നമ്മളെപ്പോലുള്ള ആരെങ്കിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂവ് ചെയ്യുന്ന എല്ലാവരെയും ചിലപ്പോൾ ഇവർ ആക്രമിച്ചെന്നിരിക്കും. അതൊരു ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു 1-1.5 ആക്രമണമായിരിക്കും. നമ്മളെ തുരത്തി കുത്തുകയാണ് ചെയ്യുക. അതുപോലെ വെസ്പിയുടെ കുടുംബത്തിൽ പോളിസ്റ്റിനെ എന്ന ഉപകുടുംബത്തിൽപ്പെട്ടവരാണ് പേപ്പർ വാസ്പുകൾ എന്ന് വിളിക്കുന്ന ഇനം വാസ്പുകൾ. ഇവരും പൾപ്പ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള കുഞ്ഞ് അറകളൊക്കെയുള്ള കൂടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇത് മച്ചിലും ചിലപ്പോൾ കസേരയുടെയൊക്കെ അടിയിലൊക്കെ തുറന്നു വെച്ച ഒരു കുട അതിൻ്റെ മുന കൊണ്ട് മുകളിൽ ഘടിപ്പിച്ചതുപോലെ ഉള്ള ഒരു രൂപത്തിലുള്ള ഈ കൂടുകൾ നമുക്ക് പലപ്പോഴും കാണാം. വളരെ ഉറപ്പുള്ള ഒരു മുന കൊണ്ടായിരിക്കും അത് ഉറപ്പിച്ചിരിക്കുക. പെട്ടെന്നൊന്നും അത് പൊട്ടിപ്പോകുക പോലുമില്ല. കൂടാതെ ഇതിലൂടെ ഉറുമ്പുകൾ വന്നിട്ട് ഇതിൻ്റെ ലാർവകളെ തിന്നുന്നത് തടയാൻ വേണ്ടിയിട്ട് ആ ജോയിൻ്റുള്ള ഭാഗത്ത് ഉറുമ്പുകളെ വികർഷിക്കുന്ന തരത്തിലുള്ള ചില കെമിക്കലുകൾ തേച്ച് വെക്കുകയും ചെയ്യും. ചെക്കാലി, കുളവി എന്നൊക്കെ പല പേരുകൾ പല നാടുകളിൽ ഇവർക്കുണ്ട്. ഇവരെ കൂടാതെ മനോഹരമായിട്ടുള്ള മൺകൂടൊരുക്കുന്ന പോട്ടർ വാസ്പുകളുണ്ട്. അവയിൽ പലതിൻ്റെയും ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത പുറകുവശവും മുൻഭാഗവും വീർത്തിരിക്കും. നടുഭാഗത്ത് ഒരു ചെറിയ ചെമ്പ് കമ്പിയൊക്കെ കണക്ഷൻ കൊടുത്തതുപോലെ ഉണ്ടാവും. മൺകുടം പോലെ തന്നെ മനോഹരമായിട്ടുള്ള രൂപത്തിലുണ്ടാക്കുന്ന കൂടുകൾ ഉണ്ടാക്കുന്നവയെ പോട്ടർ വാസ്പുകൾ എന്ന് വിളിക്കും. അതല്ലാതെ വലിയ ഭംഗിയൊന്നുമില്ലാത്ത നിരവധി അറകളുള്ള മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയതുപോലുള്ള കൂടുണ്ടാക്കുന്ന മൺഡ്യൂബേഴ്സ് എന്ന് പറയുന്ന ഇനം വാസ്പുകളുമുണ്ട്. ഇവരൊക്കെ ഈ കൂടുണ്ടാക്കുന്നത് അതിൽ താമസിക്കാനല്ല, ഇവരുടെ മുട്ടയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ടയിടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം മുൻകൂറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെക്കുകയാണ് ഇവർ ചെയ്യുക. അതിനുള്ള കൂടാണ് ഈ മൺകൂട്. അതും കൊല്ലാതെ. സാധാരണയായിട്ട് പോട്ടർ വാസ്പുകൾ ശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും ലാർവ പുഴുക്കളെ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് അവയെ ഇവയുടെ വിഷമുള്ളുകൊണ്ട് കുത്തി കോമയിലാക്കുകയാണ് ചെയ്യുക. അവയുടെ രൂപാന്തരണം, അതായത്
ഈ പുഴുക്കളൊക്കെ വളർച്ച പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യൂപ്പയായിട്ട് മാറിയിട്ട് ആണല്ലോ ശലഭമോ നിശാശലഭമോ ആകണ്ടേ. ആ ഘട്ടങ്ങളൊന്നും നടക്കാതെ വിധത്തിൽ ഇവയെ ഫ്രീസ് ചെയ്ത് കളയും. അതേസമയം ഇവ ചത്തുപോവുകയില്ല, ഈ വിഷത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്. അങ്ങനെ മയക്കിയ പുഴുക്കളെ കൊണ്ടുവന്ന് ഈ കൂട്ടിനുള്ളിലിട്ടതിൻ്റെ ശേഷം അതിൻ്റെ ദേഹത്ത് മുട്ടയിട്ട് ഈ കൂട് അടച്ചിട്ട് ഇവർ പോവുകയാണ് ചെയ്യുക. മഡ്യൂബേഴ്സ് പലപ്പോഴും കണ്ടിട്ടുള്ളത് പലതരത്തിലുള്ള എട്ടുകാലികളെയാണ്, സ്പൈഡേഴ്സിനെയാണ് ഇതിൻ്റെ അകത്ത് കുത്തി നിറക്കുക. ഒരു കൂടിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി ഇനം എട്ടുകാലികളെ കുത്തി നിറച്ചിട്ടുണ്ടാവും ജീവനോടെ തന്നെ. ഇത്തരത്തിൽ ഞാനൊരിക്കൽ ഒരു മഡ്യൂബർ കൂട് പൊളിച്ചപ്പോൾ അതിൽ 18ഓളം ഇനം സ്പൈഡേഴ്സിനെ എനിക്ക് കാണാൻ പറ്റി. അത് തന്നെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പ്രൈവറ്റ് ബസ്സിലൊക്കെ കുത്തി നിറച്ചതുപോലെ ഈ കൂടുകളിൽ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള പരാത കടന്നലുകളുണ്ട്. ഒരു പ്രത്യേക ജീവിയെ പിടികൂടി അവയുടെ ശരീരത്തിൽ കുത്തിവെച്ച് മയക്കി അവയെ കൊല്ലാതെ അതിൻ്റെ ദേഹത്ത് മുട്ടയിട്ട് അവയെ കുഴിച്ചിടുന്ന തരത്തിലുള്ള പരാത കടന്നലുകൾ. ഉദാഹരണമായിട്ട് ചിലതരം ജ്വൽവാസ്പുകളുണ്ട്. അത് കോക്രോച്ചുകളെ, അതായത് കൂറകളെ മാത്രം, പാറ്റകളെ മാത്രമാണ് അതിനെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലാതെ മയക്കിയതിന് ശേഷം കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ദേഹത്ത് മുട്ടയിടുന്നവയുണ്ട്. പലതരത്തിലുള്ള ഗ്രാസ് ഹോപ്പേഴ്സിനെ, പുൽച്ചാടികളെ പിടിച്ചിട്ട് ഇതേപോലെ മയക്കിയതിൻ്റെ ശേഷം അവയെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ദേഹത്ത് മുട്ടയിടുന്ന തരത്തിലുള്ള പരാത കടന്നലുകളുണ്ട്. ഇതും കൂടാതെ മറ്റ് ശലഭങ്ങളുടെയോ നിശാശലഭങ്ങളുടെയോ വണ്ടുകളുടെയോ ഒക്കെ ലാർവകളുടെ ദേഹത്ത് തന്നെ മുട്ടയിട്ടിട്ട് പോകുന്നവരുണ്ട്. ആ മുട്ടകൾ വിരിഞ്ഞുടനെ തന്നെ ഈ ലാർവകളെ കൊന്നു തിന്നുകയാണ് ചെയ്യുക. ഒറ്റക്കൊറ്റയ്ക്ക് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള വാസ്പുകളിലൊക്കെ പെൺ കടന്നലുകൾക്ക് പുറകുവശത്ത് ഒരു ബുള്ളുണ്ടാവും. അവ ഉപയോഗിച്ചിട്ട് നമ്മൾ അവയെ ശല്യപ്പെടുത്തിയാൽ മാത്രമാണ് സാധാരണയായിട്ടൊന്ന് കുത്തുക. അല്ലാതെ അവർ വെറുതെ വന്നിട്ട് നമ്മളെ കുത്തുന്ന സ്വഭാവമുള്ളവരല്ല. എങ്കിലും അവയുടെ ഒന്നും വിഷം അത്ര മാരകമല്ല. പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ വേദനയൊക്കെ കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ തീരാറുണ്ട്. പക്ഷേ അത്യപൂർവമായിട്ട് ഇത്തരത്തിലുള്ള അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കുത്തുപോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണയായിട്ട് ഇത്തരം കുത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് കടുത്ത വേദനയും നീർക്കെട്ടും പുകച്ചലും ഒക്കെയാണ് ഉണ്ടാകുക. അത് കുറച്ച് സമയം കൊണ്ടോ കുറച്ച് ദിവസം കൊണ്ടോ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. നല്ല അപൂർവമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കുത്ത് കിട്ടിയ ആൾക്ക് പോലും വളരെ ഗുരുതരമായിട്ടുള്ള അലർജിക് റിയാക്ഷനുകൾ ഉണ്ടാവുകയും ചെയ്യാം. അപകടകരമായിട്ടുള്ള അന്യപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ സാന്നിധ്യം മൂലം തന്നെ അതിതീവ്രമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും. അതായത് നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണത്. അതുമൂലമാണ് പൊടി കയറി കഴിഞ്ഞാൽ നമുക്ക് തുമ്മലുണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അന്യപദാർത്ഥങ്ങൾ വിഷമൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ദേഹത്ത് നമ്മുടെ തൊലിക്ക് കുഴപ്പമുണ്ടാക്കുന്ന സാധനമൊക്കെ നമ്മുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ ചൊറിയുന്നത്, തിണിർത്ത് വരുന്നത് ഒക്കെ ഹിസ്റ്റമിൻ നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ടാണ്. അത്തരം ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരാണ് ആൻറ്റി ഹിസ്റ്റമിനുകൾ. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന കഫ് സിറപ്പുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ അലർജിയൊക്കെ വന്നു കഴിഞ്ഞാലും മൂക്കൊലിപ്പുണ്ടായാലും ഒക്കെ നമ്മൾ കഴിക്കുന്ന പല ഗുളികകളും ഒക്കെ ഇത്തരത്തിലുള്ള ആൻറ്റി ഹിസ്റ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന മരുന്നുകളാണ്. പരിണാമഘട്ടത്തിലെ അതിജീവനത്തിനായിട്ട് നേടിയ പ്രത്യേക കഴിവ് കൂടിയാണിത്. വിഷം, മദ്യം തുടങ്ങിയവയൊക്കെ അപകടകരമായിട്ടുള്ള അളവിൽ നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മളെ ഛർദ്ദിപ്പിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ പൊടിയും വിഷവാതകങ്ങളും ഒക്കെ നമ്മളെ മൂക്കിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് തുമ്മും. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻസെക്റ്റ് വിഷങ്ങളുണ്ടായാലും ഫുഡ് പോയ്സൺ സംഭവിച്ചാലും ഒക്കെ നമ്മുടെ ശരീരം ഇത്തരത്തിലുള്ള അതിജീവനത്തിനുള്ള ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചിലപ്പോഴും ഫുഡ് പോയ്സൺ മൂലവും ചില മരുന്നുകളുടെ അലർജി മൂലവും ഒക്കെ നമ്മുടെ ശരീരം അതിതീവ്രമായിട്ട് പ്രതികരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷമോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷമോ ആകാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. ചെറുപ്പക്കാരിലും കുട്ടികളിലും ഒക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലുള്ള ടോക്സിനുകളാണ് ചിലപ്പോൾ വലിയ പ്രതികരണം ഉണ്ടാക്കുക. അതേസമയം വൃദ്ധരിലും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പ്രാണിവിഷങ്ങളായിരിക്കും തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഈ അതിതീവ്ര പ്രതികരണം പിടിച്ചാൽ കിട്ടാത്ത അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും. എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ മരണത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ദേഹം ചൊറിഞ്ഞ് തിണിർത്ത് തടിക്കുക, തൊണ്ടയിലൊക്കെ വീർപ്പുണ്ടായിട്ട് ശ്വാസതടസ്സം ഉണ്ടാകുക, നാവൊക്കെ വീർത്ത് തൊണ്ട അടഞ്ഞു പോകുക, ഛർദി ഉണ്ടാകുക, തലപെരിപ്പ് ഉണ്ടാകുക, ബോധം മറിയുക, രക്തസമ്മർദ്ദം കുറയുക എന്നിവയിൽ ചിലതോ ചിലപ്പോഴും എല്ലാമോ ഒക്കെ കൂടി ഉണ്ടാകുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ. ഇത്തരം ഘട്ടങ്ങളിൽ ഉടനെ തന്നെ വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണം സംഭവിക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഒരു ആശുപത്രിയിലോ ഡോക്ടറുടെ അടുത്തോ എത്താനുള്ള സമയം പോലും ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. ഇങ്ങനെ മുൻ അനുഭവങ്ങൾ, അലർജിക്കായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളവർ കയ്യിൽ സുരക്ഷക്കായിട്ട് എപ്പിപ്പെൻ എന്ന് പറയുന്ന ഒരു ഉപകരണം, മരുന്ന് നിറച്ച ഒരു ഉപകരണം കയ്യിൽ കരുതുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിട്ടുണ്ട്. എപ്പിനെഫ്രിനോടൊപ്പം ചിലപ്പോൾ ആൻറ്റി ഹിസ്റ്റമിനുകളും ചിലതരം സ്റ്റിറോയിഡുകളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുക.
എങ്കിലും ആശുപത്രികളിൽ പോലും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുമുണ്ട്. തേനീച്ചകളുടെ കൂട്ടത്തിലെ ഈ അപകടകാരിയായിട്ടുള്ളത് അപ്പിസ് ഡോർസാറ്റ എന്ന് പറയുന്ന പെരുന്തേനീച്ചയാണെന്ന് പറഞ്ഞല്ലോ. അത് വലിയ മരങ്ങളുടെയൊക്കെ മുകളിലുള്ള കമ്പുകളിൽ ഇങ്ങനെ എന്ന് തിരിച്ചെഴുതിയതുപോലെ വലിയ കൂടുകളായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ വലിയ പാറക്കെട്ടുകളുടെയൊക്കെ അരികുകളിൽ ഇങ്ങനെ ഞാഴ്ന്നു കിടക്കുന്ന വിധത്തിലും ഇവയുടെ കൂടുകൾ കാണും. സാധാരണയായിട്ട് തേനീച്ച വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് അപ്പിടോക്സിൻ എന്ന് വിളിക്കുന്ന ഒരു ന്യൂറോടോക്സിനാണ്. ടേഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മെലിറ്റിൻ എന്ന് പറയുന്ന അപ്പിടോക്സിനാണ്. കോശസ്തരങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു രാസഘടകമാണത്. ഫോസ്ഫോലിപ്പിഡുകളെ വിഘടിപ്പിക്കാൻ കഴിയുന്ന ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമുകളാണ് ഈ തേനീച്ച വിഷത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നക്കാർ. ഇത് രക്തകോശങ്ങളുടെ പുറംപാളികളെ നശിപ്പിക്കാൻ കഴിയുന്നതാണ്. വിഷത്തിലെ ഈ ഭാഗമാണ് വേദന പ്രേരക ഘടകങ്ങളെ പ്രസരിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കടുത്ത വേദന അനുഭവപ്പെടുന്നത്. ഇതും കൂടാതെ കുറഞ്ഞ അളവിൽ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരനായിട്ടുള്ള രാസഘടകവും കൂടി ഉണ്ടാവും. തേനീച്ച വിഷത്തിലെ മറ്റ് ഘടകങ്ങളുടെ സാന്നിധ്യം മൂലം തന്നെ നമ്മുടെ ശരീരം ഹിസ്റ്റമിൻ ഉണ്ടാക്കും. കൂടെ തന്നെ ഈ വിഷത്തിലും അല്പം ഹിസ്റ്റമിൻ ഉണ്ടാകുമ്പോൾ ഇവയുടെ ഫലം ഇരട്ടിയാവുകയാണ് ചെയ്യുക. അതായത് പെട്ടെന്ന് ചൊറിയും നീർക്കെട്ടും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ മുഖമൊക്കെ വീർത്തു പോകും. തേനീച്ചക്കുത്തുകളിലെ പ്രോട്ടീനുകളോട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരവും ഹിസ്റ്റമിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അതും കൂടി ചേരുമ്പോൾ അലർജി ഭീകരമാവും. കുത്ത് കിട്ടിയ അടുത്തൊക്കെ ചുണ്ടൊക്കെ വീർത്ത് കണ്ണൊക്കെ വീർത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂടുതലെണ്ണം തേനീച്ചകൾ കുത്തിയാൽ കുത്ത് മാരകമാകുന്നത് ഇങ്ങനെയാണ്. തേനീച്ച വിഷത്തിലെ വിഷഘടകങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ഈ പാനിക്കടന്നലുകൾ എന്ന് പറയുന്ന ഹോണറ്റുകളുടെ വിഷത്തിലെ വിഷാംശങ്ങളുടെ കൃത്യമായിട്ടൊന്നും ഇതുവരെയായിട്ടും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ നമുക്കുണ്ട്. വാസ്പ്കിനിൻ, ഹോണറ്റ്കിനിൻ എന്നൊക്കെ പേരിട്ടിരിക്കുന്ന പെപ്റ്റൈഡുകളാണ് അതിലുള്ള പ്രധാന ഘടകങ്ങൾ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തേനീച്ച വിഷത്തിലെ പോലെ തന്നെ ഇവയിലും ഫോസ്ഫോലിപ്പേസ്, ഹിയാലുറിനിഡേസ് എൻസൈം, ഹിസ്റ്റമിൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. രാസഘടനയിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യസ്തമാണ് തേനീച്ച വിഷത്തിലും ഹോണറ്റ് കടന്നലുകളുടെ വിഷത്തിലും ഉള്ളത് എന്നതുകൂടാതെ കടന്നലുകളുടെ വിഷത്തിൽ അസ്റ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസ്റ്റൈൽ കോളിൻ. കടന്നലുകളുടെ വിഷത്തിലെ ഇതിൻ്റെ സാന്നിധ്യം വേദനാനുഭവം ഉണ്ടാക്കുന്ന റിസപ്റ്ററുകളെ ഉത്തേജിപ്പിച്ച് നമുക്ക് കടുത്ത വേദനയുടെ അനുഭവം ഉണ്ടാക്കുന്നു. മറ്റു വാസ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാനിക്കടന്നലുകൾ എന്ന് വിളിക്കുന്ന ഹോണറ്റുകളുടെ വിഷത്തിൽ ഈ അസ്റ്റൈൽ കോളിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഒരു കുത്തുമതി സ്വർഗം കാണാൻ. ഇനി ഈ തേനീച്ചകളും കടന്നലുകളും ഒക്കെ നമ്മളെ കുത്താൻ ഉപയോഗിക്കുന്ന ഈ മുള്ള് എന്താണെന്നും കൂടി അറിയുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഈ മുള്ള് പലതരത്തിലുള്ള പ്രാണികൾ അവയുടെ മുട്ട ഇട്ടുവെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഉള്ള ഒരു അവയവമാണ്. ഒവിപോസിറ്റർ എന്നാണ് അതിന് പറയുക. അതായത് പലതരത്തിലുള്ള പ്രാണികളും അവയുടെ മുട്ടകൾ മരത്തിൻ്റെ വിടവുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ദേഹത്തേക്ക് കുഴിച്ച് തുരന്നോ ഒക്കെ ചിലപ്പോൾ പഴങ്ങളുടെ ഉള്ളിലേക്കൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഒരു തരം കൂർത്ത മുനയുള്ള ഒരു പുറകുവശം ആണ്. അത് കൊണ്ട് തുരന്നിട്ടാണ് അതിനുള്ളിലാണ് പല പ്രാണികളും മുട്ടയിട്ട് വെക്കുക. അതിനുള്ള ഈ ഒവിപോസിറ്റർ ഇത്തരത്തിലുള്ള മുട്ടയിടേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചില പ്രാണികൾക്ക്, യൂസോഷ്യലായിട്ടുള്ള കടന്നലുകൾക്കും തേനീച്ചകൾക്കും ഒന്നും സാധാരണഗതിയിൽ മുട്ടയിടേണ്ട ആവശ്യമില്ല. അവരൊക്കെ പ്രജനന ശേഷിയില്ലാത്തവരാണ്. നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ പറന്ന് നടക്കുന്ന ഈ തേനീച്ചകളും കടന്നലുകളും ഒക്കെ അവയിലെ ഒരു റാണി മാത്രമാണ് മുട്ടയിടുന്നത്. ബാക്കിയുള്ളവരൊന്നും മുട്ടയിടേണ്ട പ്രശ്നമില്ല. അത്തരത്തിലുള്ള ഈ തേനീച്ചകൾക്കും കടന്നലുകൾക്കും ഒക്കെ അവയുടെ ഒവിപോസിറ്റർ ഇങ്ങനെ രൂപമാറ്റം സംഭവിച്ചിട്ട് ഒരു അവയവമായിട്ട് മാറുകയാണ് ചെയ്തത്. അതിൻ്റെ അഗ്രത്തിലായിട്ട് വിഷസഞ്ചിയും അതുപോലെയുള്ള ഘടകങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് ഇവരുടെ ഒരു കോളനിയെ സംരക്ഷിക്കാനുള്ള ഒരു പടയാളികളായിട്ട് ഇവർ മാറുന്നത്. ഇവരൊക്കെ നമ്മുടെ ദേഹത്ത് പറന്ന് വന്നതിന് ശേഷം നമ്മളെ പിടിച്ചു നിന്ന് അതിന് ശേഷം പുറകുവശം വളച്ച് കുത്തുകയാണ് ചെയ്യുക. തേനീച്ചകളുടെ മുള്ളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ള് ഒരുവിധം ഒരു അരം പോലെ അല്ലെങ്കിൽ രണ്ടരികൾ മുള്ളു പോലെയുള്ള ഒരു ഭാഗങ്ങളുള്ളതാണ്. ഈർച്ചവാൾ പോലെയുള്ള ഭാഗങ്ങൾ പതുക്കെ മസിലുകളുടെ പ്രവർത്തന ഫലമായിട്ട് അനക്കിയിട്ട് ഉള്ളിലോട്ട് ഇറക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഓരോ അരികിലായിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ച് ആണ് അമർത്തി കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ഇവ തിരിച്ച് വലിച്ചൂരാൻ കഴിയുകയുമില്ല. അതായത് ഇവയുടെ അരികുകൾ ഇങ്ങനെ കൊക്ക പോലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ തേനീച്ച കുത്തി കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഊരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആന്തരിക അവയവങ്ങളും കുറേ ഭാഗവും കുറച്ച് നെർവുകളും മസിലുകളും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ മുള്ളോടൊപ്പം പറഞ്ഞ് ഈ കുത്തുകൊണ്ട ആളുടെ ശരീരത്തിൽ തന്നെ ബാക്കിയാകുകയാണ് ചെയ്യുക. അതോടുകൂടി തേനീച്ചകൾ ചത്തുപോവുകയും ചെയ്യും.
കൗതുകകരമായിട്ടുള്ള കാര്യം, ഈ മുള്ളിനൊപ്പം തന്നെ മസിലുകളും നെർവുകളും ഉള്ളതിനാൽ തന്നെ ഈ മുള്ള് തേനീച്ചയുടെ ശരീരത്തിൽ നിന്നും പറഞ്ഞു മാറ്റപ്പെട്ടെങ്കിലും അതിന് പിന്നെയും ജീവനുള്ളതുപോലെ, നമ്മുടെ പല്ലികളുടെയൊക്കെ വാല് മുറിഞ്ഞു പോയാലും അത് താനെ പിടച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ മുള്ള് വീണ്ടും ഈ മസിലുകളുടെ പ്രവർത്തന ഫലമായിട്ട് നെർവുകളുടെ സന്ദേശം അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ അരികുകളിലേക്ക് ഇങ്ങനെ അനങ്ങിക്കൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തേനീച്ചയുടെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തന്നെ ആ മുള്ള് നീക്കം ചെയ്യുന്നതായിരിക്കും ഗുണകരം. അല്ലെങ്കിൽ ഈ താഴോട്ടുള്ള ഇറക്കത്തിനിടയിൽ ഇതിൻ്റെ വിഷസഞ്ചിയിൽ നിന്നുള്ള വിഷാംശങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ തേനീച്ചക്കൂട്ടിലെ റാണി തേനീച്ചയുടെ മുള്ളി ഇത്തരത്തിലുള്ള ബാർബിഡായിട്ടുള്ള തരത്തിലുള്ള കുറച്ചുകൂടി മിനുസമുള്ളതാണ്. അതിനാൽ തന്നെ വേണമെങ്കിൽ റാണി തേനീച്ചക്ക് വീണ്ടും കുത്താൻ പറ്റും. അതിൻ്റെ ശരീരത്തിൽ നിന്നും അത് പറഞ്ഞു വരില്ല. സാധാരണ അപൂർവമായിട്ട് മാത്രമാണ് റാണി തേനീച്ചകൾ കുത്താറുള്ളത്. എന്നാൽ കടന്നലുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ മുള്ളുകൾ എന്ന് പറയുന്നത് വളരെ മിനുസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുത്തി കയറ്റിയതിൻ്റെ ശേഷം വീണ്ടും പല പ്രാവശ്യം അവർക്ക് ഒരാളെ തന്നെ കുത്താൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള മുള്ളുകൾ കുത്തി കയറ്റുമ്പോൾ ഈ വിഷത്തോടൊപ്പം തന്നെ ഒരു തരം വാണിംഗ് സിഗ്നലുകളായിട്ടുള്ള ഫിറമോൺ ഘടകങ്ങൾ കൂടി ഈ സമയത്ത് ഇവ പുറത്തേക്ക് വിടും. അതായത് ഒരു തേനീച്ചയോ കടന്നലോ നമ്മളെ കുത്തുമ്പോൾ ആ വിഷത്തോടൊപ്പം തന്നെ കോളനിക്ക് മൊത്തമായിട്ട് നൽകേണ്ട വാണിംഗ് സിഗ്നലുകളായിട്ടുള്ള ഫിറമോണുകൾ, ബാഷ്പ സ്വഭാവമുള്ള ആ രാസഘടകങ്ങൾ കൂടി അവിടെ ബാക്കിയാവും. അപ്പോൾ ഈ കോളനിയിലെ മറ്റംഗങ്ങൾക്ക് മനസ്സിലാവും എവിടെയോ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ആരോ ജീവികളോ എത്തിയിട്ടുണ്ട്, അവരെ നമ്മളിൽ ഒരാൾ തിരിച്ചു കുത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് വരുന്നതാണ് ഈ സിഗ്നൽ എന്നും ആ സ്ഥലത്തേക്ക് അവരെ സഹായിക്കാനായിട്ട് ബാക്കിയുള്ളവരൊക്കെ പറന്നെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് തന്നെ കൂടുതൽ എണ്ണം കുത്തുകൾ ലഭിക്കുന്നത്. തേനീച്ച വിഷം ആസിഡിക് ആയതിനാൽ തന്നെ അതിൻ്റെ വീര്യം കുറക്കാൻ വേണ്ടിയിട്ട് പഴയ കാലങ്ങളിലൊക്കെ ചുണ്ണാമ്പൊക്കെ പുരട്ടുമായിരുന്നു. അതിലെ പല ഘടകങ്ങളുള്ളതിനാൽ തന്നെ അസിഡിക് അല്ലാത്ത ഭാഗങ്ങളൊന്നും നിർവീര്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ചികിത്സയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. കടന്നൽ വിഷം ഇത്തരത്തിലുള്ള അസിഡിക് അല്ല. അതുകൊണ്ട് തന്നെ ഈ ചുണ്ണാമ്പ് പ്രയോഗം കൊണ്ടൊന്നും അതിന് ഗുണവുമില്ല. തേനീച്ചക്കുത്ത് ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേനീച്ച മുള്ള് വീണ്ടും വീണ്ടും ആഴത്തേക്ക് കയറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ആ മുള്ള് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കൈകൊണ്ട് ഞെക്കിയിട്ടൊക്കെയോ നഖം കൊണ്ട് അമർത്തിയിട്ടൊക്കെ അതിനെ പുറത്തേക്ക് കളയാൻ ശ്രമിച്ചാൽ പലപ്പോഴും അതിനുള്ള വിഷം ചിലപ്പോൾ വേഗത്തിലായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുക. അത് ഒഴിവാക്കാനായിട്ട് വളരെ പതുക്കെ മുകളിൽ നിന്നും താഴോട്ട് എന്നുള്ള വിധത്തിൽ നമ്മൾ ATM കാർഡ് പോലെയുള്ള ഉറപ്പുള്ള ഏതെങ്കിലും തരം കാർഡുകളോ നാണയമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ തടവുന്ന രീതിയാണ് നല്ലത് എന്നാണ് ചില ഡോക്ടർമാരൊക്കെ പറയുന്നത്. കൊതുകുകളെ പോലെ ഈ പ്രാണികളൊന്നും നമ്മളെ അന്വേഷിച്ച് വന്ന് കുത്തുന്നവരേ അല്ല. അവർക്ക് നമ്മളെ ആക്രമിക്കണം എന്നുള്ള ഒരാഗ്രഹവുമില്ല. അതേസമയം ഏതെങ്കിലും വിധത്തിൽ അവരുടെ കൂട്ടിന് അപകടം വരുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളാണോ അതിന് അപകടം വരുത്തിയത് എന്നുള്ള സംശയം മൂലമാണ് അതിനടുത്ത് അബദ്ധത്തിലെത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മളെയും ഇവ ആക്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് പരിണമിച്ചുണ്ടായിട്ടുള്ള ഒരു അതിജീവന ഗുണം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുള്ളും വിഷവും ഒക്കെ. അല്ലാതെ അവർ മനുഷ്യരായിട്ടുള്ള നമ്മളെയൊക്കെ ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരേ അല്ല. പലതരത്തിലുള്ള ഗുണങ്ങൾ ഇത്തരത്തിലുള്ള പ്രാണികളെ കൊണ്ട് പരാഗണം തൊട്ടിട്ട് പലതരത്തിലുള്ള ചെറു കീടങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിനും ഒക്കെ ഇവരെ കൊണ്ട് സഹായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നതിലും അർത്ഥമില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കടന്നലുകളെയും തേനീച്ചക്കൂട്ടങ്ങളെയും ഒക്കെ തീവെച്ച് നശിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത്. അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കൂടുതൽ എണ്ണം കുത്തുകൾ കിട്ടിയാൽ ചിലപ്പോൾ റാബ്ഡോമയോലൈസിസ് മൂലം കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ താറുമാറാകുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്താം. പലപ്പോഴും നമ്മൾ അബദ്ധത്തിലാണ് തേനീച്ചകളുടെയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കടന്നൽ കൂടുകളുടെയോ അടുത്തെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കാട്ടിലോ അതേപോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഇവയുടെ മൂളൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഏതെങ്കിലും അബദ്ധവശാൽ നമ്മൾ തന്നെ അറിയാതെ ഇത്തരത്തിലുള്ള കൂടുകളിലോ കടന്നൽ കൂടിലോ ഒക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിലത്തൊക്കെയുള്ള കൂടുകളിൽ നമ്മൾ അറിയാതെ ചവിട്ടിപ്പോവും. അത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ യാത്രകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് കോണറ്റ് കടന്നലുകളെയാണ്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇവയുടെ ആക്രമണം നമുക്ക് നേരിട്ടാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ മുഖം, കഴുത്ത്, നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഇതിനെ അടിച്ചോടിക്കാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രകോപനം ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ശരീരത്തിൻ്റെ തുറന്ന ഭാഗങ്ങൾ അവർക്ക് കുത്താൻ കിട്ടുകയും ചെയ്യുക. അപ്പോൾ കഴുത്തിൻ്റെയും മുഖത്തിൻ്റെയും ഭാഗത്ത് കൂടുതലായിട്ട് കുത്തൽ കിട്ടും. അങ്ങനെ കിട്ടി കഴിഞ്ഞാലായിരിക്കും കൂടുതൽ വിഷമം ഉള്ള അവസ്ഥയിലേക്ക് എത്തുക. കഴിയുന്നതും തിരിച്ചോടുക എന്നുള്ളതാണ് പറയുക. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിലിറങ്ങാൻ വേണ്ടി പറയും. പക്ഷെ ഇതൊന്നും പലപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. ഒരു രക്ഷയില്ലെങ്കിൽ നമ്മുടെ മുഖവും കഴുത്തും ഒക്കെ രക്ഷിക്കുന്ന വിധത്തിൽ കൈയൊക്കെ മടക്കി ചുരുണ്ടുകൂടി കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ് പലപ്പോഴും പറയാറ്. അതുപോലെ വേറൊരാളെ ആക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കട്ടിയുള്ള ഏതെങ്കിലും
തരത്തിലുള്ള വസ്ത്രങ്ങളോ അതേപോലെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഇവരെ മൂടാൻ ശ്രമിക്കുന്നതും ഇത് കിട്ടുന്നതിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി സഹായിക്കും. എന്നിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്നും കൊണ്ടുപോവുക. ആശുപത്രികളിലുണ്ടെങ്കിൽ ഏറ്റവും വേഗം ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ പ്രഥമ ശുശ്രൂഷകൾ അധികമില്ല. പലപ്പോഴും പറയും അവയുടെ മുള്ളുകൾ നീക്കം ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ. എങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രികളിൽ ഇവ അടങ്ങിക്കിടക്കുന്ന സമയത്ത് തീയും പുകയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൂടുകളിൽ നിന്നും തേൻ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എങ്കിൽ കൂടി അവർക്കൊക്കെ കുത്ത് കിട്ടാറുമുണ്ട്. എങ്കിലും കൂടിയ അളവിൽ ഈ രാത്രിയിൽ ഒന്നും അത്തരത്തിലുള്ള കുത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേക സമയമൊക്കെ നോക്കിയിട്ടാണ് തേനെടുക്കാൻ പോവുക. അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കൂടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയുടെ ഒരു കോളനിയുടെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ കോളനി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഈ സ്വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴും നമ്മുടെ വീടുകളുടെ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ ഇവ വന്നിട്ട് തങ്ങാറുണ്ട്. അത് പെർമനൻ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെ പെർമനൻ്റ് ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വലിയ രൂക്ഷതയില്ലാത്ത തരത്തിലുള്ള പുകകളൊന്നും അല്ലാത്ത തരത്തിലുള്ള സാധാരണ പുകയൊക്കെ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവ കൂടൊഴിഞ്ഞു പോകാറുണ്ട്. ഇതുപോലെ തന്നെ കടന്നൽ കൂടുകളും അവയുടെ കൂട് അതിൻ്റെ ഒരു കോളനി വലുതാകുന്നതോട് കൂടിയിട്ട് ആ കോളനി ഉപേക്ഷിച്ചിട്ട് പുതിയ കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വിജയകുമാർ പ്ലാത്തൂർ ഇതുപോലെയുള്ള വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള ജീവലോകത്തിലെ മറ്റൊരു ജീവിയുടെ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.